നിയതം കുരു കർമ്മത്വം കർമ്മജ്യായോ ഹ്യകർമ്മണഃ ശരീരയാത്രാപിചതേ ന പ്രസിദ്ധ്യേത് അകർമ്മണഃ. നിയതമായ കർമ്മത്തെ നീ എന്തു തന്നെയായാലും ചെയ്യണം അർജുന. നിയതമായ കർമ്മം എന്ന് പറയുമ്പോൾ അത് ഒഴിവാക്കാൻ കഴിയാത്തതല്ല എന്ന് മനസ്സിലാക്കണം. എല്ലാവരിലും ആ നിയതമായ കർമ്മമുണ്ട്. അതൊരിക്കലും നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല. കാരണം അത് നമ്മളുടെ ധർമ്മമാണ്, സ്വധർമ്മമാണ്. സ്വധർമ്മത്തിന്റെ ആവിഷ്കാരത്തിനുള്ള ഗുണഘടനയോട് കൂടിയിട്ടാണ് നമ്മൾ ഓരോരുത്തരും ജാതമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിയതമായ കർമ്മം നമുക്ക് ചെയ്തേ മതിയാകൂ. നമ്മൾ ചെയ്യുകയല്ല ശരിക്കും നിയതമായ കർമ്മം. നമ്മൾ നിയതമായ കർമ്മങ്ങൾ അനുഷ്ഠിക്കാനുള്ള ഒരു ഉപാധി മാത്രമാണ്. ഈ ശരീര മനസ്സ് എന്ന് പറയുന്നത് ഒരു ഉപാധിയാണ്. ആ ശരീര മനസ്സിലൂടെ ഈ ധർമ്മം ആവിഷ്കരിക്കപ്പെടുന്നത് ഈ പ്രകൃതി ശക്തികളെ കൊണ്ടാണ്. ത്രിഗുണങ്ങളാണ് ഈ കർമ്മങ്ങളെ പ്രവർത്തിപ്പിക്കുന്നത്, പ്രചോദിപ്പിക്കുന്നത്. അതുകൊണ്ട് നിയതമായ കർമ്മത്തെ ചെയ്തേ മതിയാകൂ. കർമ്മജ്യായോ ഹി അകർമ്മണഃ. അകർമ്മത്തെക്കാൾ കർമ്മം ശ്രേഷ്ഠമാകുന്നത് അങ്ങനെയാണ്. ഒന്നും ചെയ്യാതിരുന്നാലോ, ഇത്രയും കർമ്മവാസനകൾ ഒരു വ്യക്തിയിൽ രൂഢമൂലമായിരിക്കുമ്പോൾ ഈ കർമ്മങ്ങളൊന്നും ചെയ്യാതെ അലസനായി മടിയനായി വ്യാജമായ സന്യാസഭാവത്തെ പൂണ്ടുകൊണ്ട് ഒരാള് ജീവിക്കുകയാണെങ്കിൽ അത് വളരെ അധികം ദോഷം ചെയ്യും. ശരിക്കും പല ആശ്രമങ്ങളിലും നമുക്ക് കാണാം, അവരുടെ കർമ്മവാസനകൾ സുസജ്ജമായി തന്നെ ഇരിക്കുന്നതോടൊപ്പം അവർ നിഷ്കർമ്മിയായിട്ട് കർമ്മമൊന്നും ചെയ്യാതെ മടിയനായി അലസനായി ധ്യാനവും ജപവും പ്രാർത്ഥനയും ഒക്കെ പേരിനെ അനുഷ്ഠിച്ചുകൊണ്ട് ജീവിക്കുന്നത് കാണാം. പ്രധാനമായും അന്നം തന്നെയാണ് മനുഷ്യന്റെ അന്വേഷണം എന്ന് പറയുന്നത് മാതിരി ആശ്രമങ്ങളില് അത്തരത്തിൽ അന്നപ്രശ്നത്തിന്റെ പരിഹാരത്തിനായിട്ട് ധാരാളം വ്യാജ സാധകന്മാര് ഉണ്ടായിരിക്കാൻ പലയിടത്തും കണ്ടിട്ടുണ്ട് അതൊക്കെ. അപ്പൊ അതുകൊണ്ട് അവരെയൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ടായിരിക്കാം ഭഗവാൻ പറയുന്നത് നിയതമായ കർമ്മത്തെ അനുഷ്ഠിച്ച മതിയാവൂ. നിയതമായ കർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ ഒരിക്കലും അതിൽ ഫലകാമന ഉണ്ടാകാൻ പാടില്ല. നമ്മുടെ ശരീരത്തിന്റെ യാത്ര എന്ന് പറയുമ്പോൾ ഈ ശരീരത്തിന് ജാതമായ ഈ ശരീരത്തിന് നിയതമായ കാലം ജീവിച്ചേ മതിയാകൂ. അങ്ങനെ ജീവനം ചെയ്യുന്നതിന് പോലും നമുക്ക് കർമ്മം ചെയ്തേ മതിയാകൂ. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും വാസനയോട് കൂടിയിരിക്കുമ്പോൾ അല്ലെങ്കിൽ കർമ്മവാസനയോട് കൂടിയിരിക്കുമ്പോൾ ഒരിടത്ത് അലസനായിട്ട് ജീവിതത്തെ കൊണ്ടുപോകാൻ പാടില്ല എന്ന് ഒരു അർത്ഥം ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയെടുക്കണം. ഇതിന് മുന്നോടിയായിട്ടുള്ള ഒരു ശ്ലോകത്തില് 2 ശ്ലോകങ്ങൾ പറഞ്ഞിരുന്നു. അതില് മിഥ്യാചാരനെ കുറിച്ച് പറഞ്ഞിരുന്നു, കർമ്മയോഗിയെയും കുറിച്ച് പറഞ്ഞിരുന്നു. കർമ്മയോഗി ഇന്ദ്രിയങ്ങളെ മനസ്സുകൊണ്ട് നിയന്ത്രിച്ചിട്ട് കർമ്മേന്ദ്രിയങ്ങൾ കൊണ്ട് കർമ്മയോഗം അനുഷ്ഠിക്കുന്നു എന്നാണ് പറഞ്ഞത്. അത് നമ്മളുടെ ഓർമ്മയിൽ വെക്കണം. എന്തെന്നാൽ കർമ്മേന്ദ്രിയങ്ങളെ പ്രവർത്തിപ്പിക്കാതിരിക്കുന്നതല്ല കർമ്മയോഗിയുടെ സ്വഭാവം. കർമ്മയോഗത്തെ ചെയ്യുന്നത് ചിത്തശുദ്ധീകരണത്തിന് വേണ്ടിയിട്ടാണ്. എന്നാൽ മിഥ്യാചാരൻ കർമ്മേന്ദ്രിയങ്ങളെ പ്രവർത്തിപ്പിക്കാതിരിക്കുകയും മനസ്സുകൊണ്ട് കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അതായത് ഇന്ദ്രിയ വിഷയങ്ങളെ മനസ്സിൽ ലാളിച്ചുകൊണ്ട് ഒരിടത്ത് കർമ്മങ്ങളൊന്നും ചെയ്യാതിരിക്കുന്നു. അതാണ് മിഥ്യാചാരൻ എന്ന് പറഞ്ഞത്.
അത്തരത്തിലൊരു മിഥ്യാചാരൻ ആകരുത് അർജുനൻ എന്ന് കരുതിക്കൊണ്ട് വളരെ അനുകമ്പയോട് കൂടിയിട്ടാണ്, കമ്പാഷൻ കൊണ്ടാണ് വാസ്തവത്തില് ഭഗവാൻ അർജുനനെ ഈ തത്വം പഠിപ്പിച്ചു കൊടുക്കുന്നത്. നമ്മൾക്കും ഇതൊക്കെ മനസ്സിലാക്കിയാൽ വളരെ ഗുണം ചെയ്യും. എന്തെന്നാല് നമ്മൾ പലപ്പോഴും കരുതുന്നത് സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ ആധ്യാത്മികത എന്ന് പറയുന്നത് ഒന്നും ചെയ്യാതെ ജീവിക്കാനുള്ള ഒരു വഴിയാണ് എന്നാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ പറയുകയുണ്ടായി, നമ്മൾ വളരെ പ്രസിദ്ധമായ ഒരു സിനിമയിൽ ശ്രീനിവാസൻ സന്യസിക്കാൻ പോകുന്നത് പോലെ പല ആളുകളും സന്യാസത്തെ ഒരു എസ്കേപ്പിസമായിട്ട്, ഒരു രക്ഷപ്പെടലായിട്ട് എടുക്കാറുണ്ട്. അങ്ങനെയും അർജുനൻ എടുക്കാൻ ശ്രമിച്ചു. അതുകൊണ്ടാണ് ഭിക്ഷാന്തേഹിയെ കുറിച്ചിട്ട് അർജുനൻ ഭഗവാനോട് ചർച്ച ചെയ്തത്. ഭിക്ഷാന്തേഹി ആകുന്നതാണ് നല്ലത് എന്ന്. പക്ഷേ ഭഗവാൻ അങ്ങനെ ഒരു കർമ്മവാസനയുള്ള അർജുനനെ ഭിക്ഷാന്തേഹിയാകാൻ അനുവദിക്കുകയില്ല എന്നുള്ളതാണ് ദാർശനികമായ ഒരു ബോധ്യം അർജുനന് വരുത്തിക്കൊണ്ട് വീണ്ടും ഗാണ്ഡീവം എറിഞ്ഞുകളഞ്ഞ് ഗാണ്ഡീവം തിരിച്ചെടുത്തുകൊണ്ട് തൻ്റെ സ്വധർമ്മമായിട്ടുള്ള ആ യുദ്ധത്തിലേക്ക് പ്രവേശിക്കുവാൻ അർജുനൻ സന്നദ്ധമാകുന്നത് ഈ ഭഗവത്ഗീതയുടെ അന്തിമ ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയും. ഇനി നമുക്ക് പുതിയ ഒരു സംജ്ഞ തന്നെ അവതരിപ്പിക്കുകയാണ് ഭഗവാൻ. 9ാമത്തെ ശ്ലോകത്തില് പറയുന്നു, യജ്ഞാർത്ഥാത് കർമ്മണോന്യത്ര ലോകോയം കർമ്മബന്ധനഃ തദർത്ഥം കർമ്മ കൗന്തേയ മുക്തസംഗസമാചര. യജ്ഞാർത്ഥാത് കർമ്മണഃ അന്യത്ര ലോകഃ അയം കർമ്മബന്ധനഃ തദ് അർത്ഥം കർമ്മ കൗന്തേയ മുക്തസംഗഃ സമാചര. ഇങ്ങനെ നമുക്ക് പദം പിരിക്കാം. കൗന്തേയ, അല്ലയോ കുന്തിപുത്ര, അർജുനനെ കൗന്തേയ എന്നാണ് സംബോധന ചെയ്തിരിക്കുന്നത്. യജ്ഞാർത്ഥാത് കർമ്മണഃ അന്യത്ര, യജ്ഞത്തിൽ നിന്ന്, യജ്ഞമെന്ന ഉദ്ദേശത്തിൽ നിന്ന്, യജ്ഞമെന്ന ആ തത്വത്തിൽ നിന്ന് അന്യമായിട്ട്, വേറിട്ടിട്ട്, അതിൽ നിന്നും വേറിട്ടിട്ട്, അതിൻ്റെ ഉദ്ദേശത്തിന് വിപരീതമായിട്ട്, യജ്ഞോദ്ദേശത്തിന് വിപരീതമായിട്ട് അല്ലെങ്കിൽ വിരുദ്ധമായിട്ട് കർമ്മണഃ, കർമ്മം അനുഷ്ഠിക്കുകയാണെങ്കിൽ അയം ലോകഃ കർമ്മബന്ധനഃ, ഈ ലോകജീവിതം കർമ്മബന്ധനം ആയിട്ട് മാറും മനുഷ്യന്. എപ്പോഴാണ് ഒരു വ്യക്തിക്ക് കർമ്മം ബന്ധനമാകുന്നത് എന്നതിൻ്റെ വളരെ വ്യക്തതയുള്ള, ക്ലാരിറ്റിയുള്ള, തെളിമയുള്ള ഒരു വിശദീകരണമാണ് ഭഗവാൻ നൽകുന്നത്. എപ്പോഴാണ് കർമ്മം യജ്ഞത്തിൽ നിന്നും വ്യതിരിക്തമായി അല്ലെങ്കിൽ വേറിട്ട് വിരുദ്ധമായിട്ട് വരുന്നത്, അപ്പോൾ കർമ്മം ലോകത്തിൽ ബന്ധനമായിട്ട് തീരുന്നു. എപ്പോഴാണ് കർമ്മം ബന്ധനത്തെ സൃഷ്ടിക്കുന്നത്? എപ്പോഴാണ് കർമ്മം സ്വാതന്ത്ര്യത്തെ സൃഷ്ടിക്കുന്നത്? അതിന് നമുക്ക് യജ്ഞം എന്ന ആ തത്വത്തെ മനസ്സിലാക്കണം. യജ്ഞത്തെ ശങ്കരാചാര്യസ്വാമികൾ വ്യാഖ്യാനം നൽകിയപ്പോ യജ്ഞോ വൈ വിഷ്ണുഹു എന്നാണ് അർത്ഥം പറഞ്ഞിരിക്കുന്നത്. യജ്ഞഃ ഈശ്വരഃ എന്നർത്ഥം പറഞ്ഞിരിക്കുന്നു. യജ്ഞം എന്നാൽ ഈശ്വരനാണ്. അപ്പോ ഈശ്വരാർത്ഥം നമ്മൾ കർമ്മം ചെയ്യുന്നതിനെയാണ് യജ്ഞം എന്ന് പറയുന്നത്. എന്താണ് യജ്ഞം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രമണ മഹർഷിയുടെ ഉപദേശസാരത്തിൽ പറയും, ഈശ്വരാർപ്പിതം നേച്ഛയാകൃതം ചിത്തശോധകം മുക്തിസാധകം. ഈശ്വരന് അർപ്പിതമായിക്കൊണ്ട്
നേച്ഛയാകൃതം, ഇച്ഛ കൂടാതെ കർമ്മം അനുഷ്ഠിക്കുമ്പോൾ, ആഗ്രഹം കൂടാതെ കർമ്മം അനുഷ്ഠിക്കുമ്പോൾ ആ കർമ്മം ചിത്തശോധകമാണ്. ആ കർമ്മം ചിത്തത്തെ പ്യൂരിഫൈ ചെയ്യുന്നതാണ്, ശുദ്ധീകരിക്കുന്നതാണ്. അതോടൊപ്പം ഇൻഡയറക്റ്റ് ആയിട്ട് അത് മുക്തി സാധകമാണ്. കാരണം ചിത്തശോധന ഉണ്ടാകുമ്പോൾ ആ ചിത്തത്തിലാണ് ജ്ഞാനം പ്രകാശിക്കുകയുള്ളൂ. ജ്ഞാനമാണ് മുക്തിക്ക് കാരണമായിട്ട് തീരുന്നത്. അപ്പൊ മുക്തിക്ക് ഇൻഡയറക്റ്റ് കോസായിട്ട് മാറുന്നുണ്ട് ഈ യജ്ഞം എന്ന് പറയുന്നത്. ഇവിടെ യജ്ഞത്തിന് ഈശ്വരൻ എന്ന അർത്ഥം കൊടുക്കുമ്പോൾ നമ്മളുടെ ജീവിതത്തില് ഇത് വളരെ അധികം പരിചിതമായിട്ടുള്ള ഒരു ജീവന രീതിയാണ് ഈശ്വരനെ അർപ്പിതമായിക്കൊണ്ട് കർമ്മം ചെയ്യുക എന്നുള്ളത്. അത് ഭാരതീയ സംസ്കാരത്തിന്റെ മാത്രം ഒരു വിശിഷ്ടതയായിട്ട് എണ്ണാൻ പറ്റില്ല. ലോകത്തുള്ള എല്ലാ മതങ്ങളുടെയും അന്തസ്സാരം അതാണ്. ക്രിസ്തുമതത്തിനായാലും ജൂതമതത്തിനായാലും ഇസ്ലാം മതത്തിനായാലും. പക്ഷേ ഭാരതത്തില് കുറച്ചുകൂടി അതിന് ശാസ്ത്രീയമായ ഒരു മാനമുണ്ട്. ശാസ്ത്രീയമായ എന്ന് പറയുമ്പോൾ അതിന് ക്രമാനുഗതമായി ഒരു വലിയ ലക്ഷ്യത്തിലേക്ക് മനുഷ്യനെ നയിക്കുന്ന ഒരു പ്രയോഗ സാധ്യത കൂടി ഭാരതീയ മനീഷിമാരായിട്ടുള്ള ഋഷിമാര് മുന്നോട്ട് വച്ചിട്ടുണ്ട്. ഇവിടെ കർമ്മം മനുഷ്യൻ അനുഷ്ഠിച്ചേ മതിയാകും. എന്നാൽ ആ കർമ്മത്തെ തന്നെ പരമപുരുഷാർത്ഥമായ മോക്ഷത്തിലേക്കുള്ള ഒരു പടവാക്കി മാറ്റാനായിട്ട് അവർ കൃത്യമായ നിർവചനത്തിലൂടെ, ജീവിത വീക്ഷണത്തെ നിർവചിച്ചു വെച്ചതിലൂടെ നമുക്കത് വളരെ എളുപ്പത്തിൽ സാധ്യമായിട്ട് തിരികെയാണ്. ജീവിതത്തിൽ യജ്ഞം എന്ന് പറയുമ്പോൾ സാധാരണ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ഒരു അഗ്നികുണ്ഡം ഉണ്ടാക്കി ആ അഗ്നികുണ്ഡത്തിലേക്ക് വിറകുകൾ, ഹവിസ്സുകൾ അർപ്പിച്ചുകൊണ്ട് അഗ്നിയെ ജ്വലിപ്പിക്കുകയും ആ അഗ്നിയിലേക്ക് നെയ്യ് പകർന്നുകൊണ്ടിരിക്കുന്നു, അതുപോലെ ധാന്യങ്ങൾ ഇട്ടുകൊണ്ടിരിക്കുന്നു, വിറകുകൾ ഇട്ടുകൊണ്ടിരിക്കുന്നു, വിലപിടിപ്പുള്ള പലതും അഗ്നിയിലേക്ക് ഹോമിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിനെയാണ് യജ്ഞത്തിന്റെ ഒരു ചിത്രമായിട്ട് നമ്മളുടെ മനസ്സിൽ ആദ്യം നമുക്ക് യജ്ഞം എന്ന പദം കേൾക്കുമ്പോൾ തെളിഞ്ഞു വരുന്നത്. യജ്ഞത്തിന് യാഗം എന്നും ഹോമം എന്നും നിരവധി സംസ്കൃത പദങ്ങളുണ്ട്. അതിൽ യജ്ഞം എന്ന പദമാണ് ഇവിടെ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത്. യജിക്കുന്നത് എന്തോ അതാണ് യജ്ഞം. എന്താണ് യജിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? യജിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർപ്പിക്കുക എന്നാണ് അർത്ഥം. ഈശ്വരന് നമ്മുടെ കർമ്മങ്ങളെ അർപ്പിക്കുക, കർമ്മത്തിന്റെ ഫലത്തെ ഈശ്വരന് കൊടുക്കുക, അതാണ് അർപ്പണം എന്ന് പറയുന്നത്. കർമ്മത്തിന്റെ ഫലം ഈശ്വരന് വിട്ടുകൊടുക്കുക, കർമ്മം നിങ്ങൾ അനുഷ്ഠിക്കുക. കർമ്മം അനുഷ്ഠിക്കുമ്പോൾ അത് കർത്തൃഭാവമില്ലാതിരിക്കാനാണ് ഈശ്വരൻ അർപ്പിക്കുന്നത്. ഈശ്വരനാണ് കർത്താവ് എന്ന ബോധം വരുമ്പോ നമ്മളുടെ കർമ്മം അകർമ്മമായിട്ട് മാറുന്നു. എന്തെന്നാൽ ഞാൻ കർമ്മം ചെയ്യുന്നു എന്ന ഭാവം വ്യക്തിയെ ശക്തമായ അഹന്തയുടെ ഒരു വ്യക്തിത്വമാക്കിയിട്ട് പരിണമിക്കുന്നുണ്ട്. അങ്ങനെ വരാതിരിക്കാനുള്ള ജാഗ്രതയാണ്. ഈശ്വരനാണ് സർവകർമ്മങ്ങളുടെയും കർത്താവ്. ആ ഈശ്വരന്റെ ഇച്ഛാപ്രകാരമാണ് ഈ ശരീരമനസ്സ്, ഞാനാകുന്ന ഈ ശരീരമനസ്സ് പ്രവർത്തിക്കുന്നത് എന്നുള്ള ധാരണ ഉള്ളില് നല്ലവണ്ണം ഉറപ്പിക്കണം. അങ്ങനെ ഉറപ്പിച്ചുകൊണ്ട് കർമ്മങ്ങൾ അനുഷ്ഠിച്ച് ജീവിക്കുമ്പോൾ ഈ ലോകത്ത് ഒരിക്കലും അത് ബന്ധനം ഉണ്ടാക്കില്ല. യജ്ഞാർത്ഥാത് കർമ്മണോ അന്യത്ര ലോകോയം കർമ്മബന്ധന. അതുകൊണ്ട് യജ്ഞമാണ് ജീവിതമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് എല്ലാ കർമ്മങ്ങളെയും ഒരു യജ്ഞം പോലെ മനോഹരമാക്കി മാറ്റണം. അതിനെയാണ് ജീവനകല എന്ന് പറയുന്നത്. ജീവിതത്തെ ഒരു യജ്ഞമാക്കി മാറ്റുന്നതിനെ ജീവനകല എന്ന് പറയും. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നതും നടക്കുന്നതും ഇരിക്കുന്നതും കിടക്കുന്നതും കളിക്കുന്നതും സംസാരിക്കുന്നതും
ഒക്കെ ഒരു യജ്ഞം പോലെ ആയിരിക്കണം. എല്ലാ കർമ്മങ്ങളും ഈശ്വരാർപ്പിതമായിരിക്കണം. അതിൽ നിന്ന് ഫലേച്ഛ ഇല്ലാത്ത വിധത്തിൽ അനുഷ്ഠിക്കണം. എങ്കിലാണ് അതൊരു യജ്ഞമായിട്ട് മാറുള്ളൂ. അപ്പൊ യജ്ഞാർത്ഥാത് കർമ്മണോ അന്യത്ര. കുട്ടികളെ ജനിപ്പിക്കുമ്പോൾ പോലും ഒരു സ്ത്രീ പുരുഷന്മാരുടെ പരസ്പര ബന്ധങ്ങളിലും ആശ്ലേഷത്തിലും ഒക്കെ ഒരു യജ്ഞസമാനമായ സമർപ്പണം ഉണ്ടായിരിക്കണമെന്ന് ഭാരതീയ ഋഷിമാര് വളരെ മുമ്പേ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരിക്കലും ഒരു കുഞ്ഞിനെ ജനിപ്പിക്കുമ്പോൾ സ്ത്രീ പുരുഷന്മാരുടെ മനസ്സിൽ കാമനകൾ ഉണ്ടാകാൻ പാടില്ല. കാമനയിൽ നിന്ന് ജനിക്കുന്ന കുഞ്ഞിന്റെ പ്രകൃതവും അതൊരു യജ്ഞമായി അനുഷ്ഠിച്ചുകൊണ്ട് ആ യജ്ഞത്തിൽ നിന്ന് ജനിക്കുന്ന കുഞ്ഞിന്റെ പ്രകൃതവും നിങ്ങൾ പരീക്ഷണത്തിന് വിധേയമായി നോക്കണം. പലരും പരീക്ഷണ കാലഘട്ടം കഴിഞ്ഞവരായിരിക്കാം. പക്ഷേ ഇനി വരുന്ന തലമുറകൾക്ക് വേണ്ടിയെങ്കിലും അത്തരത്തില് യജ്ഞ സമർപ്പിതമായ ഒരു പ്രജനന പ്രക്രിയയിലേക്ക് സ്ത്രീ പുരുഷന്മാര് ഏർപ്പെട്ടാല് അത് ലോകത്ത് ഏറ്റവും നല്ല സന്താനങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പ്രക്രിയയായിട്ട് മാറുന്നത്. ശ്രീനാരായണ ഗുരുവിന്റെ പിണ്ടനന്ദിയൊക്കെ അത്തരത്തിൽ വലിയ ഒരു ലക്ഷ്യത്തോടെ എഴുതപ്പെട്ടിട്ടുള്ളതാണ്. ഗർഭത്തിൽ വെച്ച് ഭഗവാനടിയന്റെ പിണ്ടം എപ്പേരുമൻ പൊടു വളർത്ത കൃപാലുവല്ലി കൽപ്പിച്ച പോലെ വരുമെന്നു നിനച്ചു കണ്ടിട്ട് അർപ്പിച്ചിടുന്നു അടിയൻ ഒക്കെയും അങ്ങു ശംഭോ. ഇവിടെ ഒരു മന്ത്രം പോലെയാണ്. കൽപ്പിച്ച പോലെ വരും എന്നു നിനച്ചു കണ്ടിട്ട്, കൽപ്പിച്ച പോലെ വരും. ആര് കൽപ്പിക്കുന്നു? ഈശ്വരൻ എന്താണോ കൽപ്പിച്ചിട്ടുള്ളത് അതുപോലെയാണ് ലോകത്തിന്റെ ഗതി എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ ഈശ്വരൻ എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ശിവനാണോ വിഷ്ണുവാണോ എന്ന അർത്ഥത്തിലല്ല ചിന്തിക്കേണ്ടത്. ഈ പ്രപഞ്ചത്തിന്റെ പിന്നില് ഒരു ദൈക്ഷണികമായ തത്വം ഇരിക്കുന്നുണ്ട്, ഒരു ബുദ്ധിതത്വം ഇരിക്കുന്നുണ്ട്, ഒരു ഇന്റലിജന്റ് പ്രിൻസിപ്പിൾ ഈ പ്രപഞ്ചത്തിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. ആ ഇന്റലിജൻസ്, ആ പ്രപഞ്ചത്തിന്റെ ബോധം, പ്രപഞ്ചത്തിന്റെ ദൈക്ഷണികത എന്ന് പറയുന്നത് ഒരു പുൽക്കൊടി മുതല് ഇവിടെ വലിയ വലിയ മൃഗങ്ങൾ വരെ ഉള്ളതിലൊക്കെ ഏകബോധം തന്നെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ പ്രപഞ്ച വ്യവസ്ഥയ്ക്ക് നിദാനമായിരിക്കുന്ന ആ ഏകബോധത്തെയാണ് നമ്മൾ ഈശ്വരൻ എന്ന് മനസ്സിലാക്കേണ്ടത്. ആ അത്തരം ഒരു ഈശ്വരീയമായ ബുദ്ധിയിലേക്ക് നമ്മളുടെ ബുദ്ധിയെ സമർപ്പിച്ചു കൊടുക്കുമ്പോൾ അതാണ് വാസ്തവത്തില് ഏറ്റവും വലിയ സർഗാത്മകത, ക്രിയേറ്റിവിറ്റി. പ്രപഞ്ച സൃഷ്ടാവായ ഈശ്വരനോടൊപ്പം നമ്മളുടെ വ്യക്തിത്വത്തെയും നമ്മളുടെ മനസ്സിനെയും ശരീരത്തെയും ചേർത്ത് വയ്ക്കുമ്പോൾ നമ്മൾ പ്രപഞ്ചത്തിന്റെ സഹസൃഷ്ടാക്കളായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. കോ ക്രിയേറ്റേഴ്സ് ആകുകയാണ്. ദൈവം ക്രിയേറ്റർ ആണെങ്കിൽ ആ ക്രിയേഷനിൽ നമ്മൾ ചേരുന്നതോടുകൂടി നമ്മൾ കോ ക്രിയേറ്റേഴ്സ്, സഹസൃഷ്ടാക്കളായിട്ട് മാറുന്നു. അത് വലിയ ഒരു തത്വമാണ്, ജീവിതത്തിന്റെ രഹസ്യമാണ്. എപ്പോഴും പ്രപഞ്ചരചനയിൽ ഈശ്വരന്റെ കൂടെ നമ്മൾ നിന്നാൽ നമ്മളും സർഗവീര്യമുള്ളവരായിട്ട് തീരും. ആ ക്രിയേറ്റീവ് പവർ നമ്മൾക്ക് ലഭിക്കുന്നതായിരിക്കും. നമ്മുടെ ജീവിതവും കൂടുതൽ സർഗാത്മകമായ ആനന്ദം അനുഭവിക്കുന്നതുമായിരിക്കും. അതുകൊണ്ട് യജ്ഞാർത്ഥാത് കർമ്മണോന്യത്ര ലോകോയം കർമ്മബന്ധന. കർമ്മബന്ധനമായിട്ട് മാറുന്നതിന് എങ്ങനെയാണ്? യജ്ഞമല്ലാത്ത വിധത്തിൽ ചെയ്യുമ്പോൾ. യജ്ഞമല്ലാത്ത വിധത്തിലുള്ള കർമ്മം എങ്ങനെയാണ്? കാമ്യകർമ്മങ്ങൾ, കർമ്മങ്ങളുടെ ഫലം ആഗ്രഹിച്ചുകൊണ്ട് കർമ്മഫലത്തിന് വേണ്ടിയിട്ട് മാത്രം പ്രയത്നിക്കുന്ന ആളുകള്, സ്വാർത്ഥരായവര്, കൃപണന്മാര്, കൃപണനധോമുഖനായി കിടന്നു ചെയ്യുന്നു അപജയകർമ്മം അവനു വേണ്ടി മാത്രം എന്ന് ഈ യജ്ഞത്തിന് വിരുദ്ധമായിട്ടുള്ള കർമ്മത്തിന്റെ ഒരു ഭാഗമാണ് ഗുരു ഉദ്ധരിച്ചിട്ടുള്ളത്. ഗുരു അവിടെ പറയാൻ ശ്രമിച്ചിട്ടുള്ളത് യജ്ഞവിരുദ്ധമായിട്ടുള്ള മനോഭാവത്തെയാണ് കൃപണന്റേതായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നത്. തദർത്ഥം കർമ്മ കൗന്ദേയ
യജ്ഞ തദർത്ഥം എന്ന വാക്കിന് യജ്ഞം എന്ന ആ അർത്ഥത്തിലേക്ക് കർമ്മത്തെ സമാചരിക്കൂ അർജുന. എങ്ങനെ? മുക്തസംഗനായിട്ട്, വിത്തൗട്ട് എനി അറ്റാച്ച്മെന്റ് എന്നാണ്. മുക്തസംഗനായിട്ട് ചെയ്യണം. സംഘത്തിൽ നിന്ന് മുക്തനായിക്കൊണ്ട് നമുക്ക് ജീവിതത്തെ അനുഷ്ഠിക്കാൻ കഴിയുകയാണെങ്കിൽ അത് യജ്ഞമായിരിക്കും. ആ യജ്ഞം നമ്മളെ ബന്ധിപ്പിക്കുകയില്ല. ആ യജ്ഞം ചിത്തശോധകമായിരിക്കും. അത് ജ്ഞാനത്തിന് ഹേതുവായിട്ട് ഭവിക്കുകയും ചെയ്യും. പിന്നീട് ശ്ലോകം 10. സഹയജ്ഞാ പ്രജാ സൃഷ്ട്വാ പുരോവാച പ്രജാപതിഃ അനേന പ്രസവിഷ്യധ്വം ഏഷവോസ്തിഷ്ഠകാമധുഗ്. സഹയജ്ഞാ പ്രജാ സൃഷ്ട്വാ, സഹയജ്ഞാഃ പ്രജാഃ സൃഷ്ട്വാ പുരാ ഉവാച പ്രജാപതിഃ അനേന പ്രസവിഷ്യധ്വം ഏഷ വഹ അസ്തി ഇഷ്ടകാമധുഗ്. സഹയജ്ഞാഃ, സഹയജ്ഞ എന്നുള്ളതിന് യജ്ഞസഹിതാഹ എന്ന് അർത്ഥം. യജ്ഞത്തോടു കൂടിയതായിട്ട്. പ്രജാഹ സൃഷ്ടുവ, പ്രജകളെ സൃഷ്ടിച്ചിട്ട്. പുരാ, പണ്ട്. പ്രജാപതി ഉവാച പറഞ്ഞു. പണ്ട് പ്രജാപതി പറഞ്ഞു. പ്രജാപതി എന്നത് ക്രിയേറ്റർ തന്നെ, ബ്രഹ്മാവ് തന്നെയാണ് പ്രജാപതി. ഈ പ്രപഞ്ച സൃഷ്ടി നടത്തുന്ന സമയത്ത് എല്ലാ സൃഷ്ടികളിലും യജ്ഞത്തെയും ചേർത്ത് വെച്ചു. എന്തൊക്കെ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ ആ ക്രിയേറ്റ് ചെയ്യപ്പെട്ടതൊക്കെ തന്നെ ഈ പ്രപഞ്ചത്തിന്റെ കേന്ദ്രമായിരിക്കുന്ന ഈശ്വരനോട് ചേർന്ന് നിൽക്കുകയാണ്. ഒരു എട്ടുകാലി ചിലന്തി വല നെയ്യുമ്പോ ആ വലയുടെ കേന്ദ്രത്തിൽ എട്ടുകാലി ഇരുന്നു കൊണ്ട് വലയുടെ എല്ലാ വശങ്ങളിലും വന്ന് പതിക്കുന്ന ചെറിയ പ്രാണികളെ ആ എട്ടുകാലി അറിഞ്ഞുകൊണ്ട് ഇരിക്കുന്നത് പോലെ ഈ പ്രപഞ്ച വ്യവസ്ഥയിൽ എവിടെയൊക്കെ എന്തൊക്കെ നടക്കുന്നോ അതൊക്കെ ഈശ്വരൻ അറിയുന്നുണ്ട്. അതുകൊണ്ട് സൃഷ്ടിക്കപ്പെട്ടതെല്ലാം സ്വാഭാവികമായി മനുഷ്യനൊഴികെ മറ്റെല്ലാം തന്നെ ഈശ്വരീയമായ വ്യവസ്ഥയ്ക്ക് വിധേയമായിട്ട് ജീവിക്കുന്നവയാണ്. ഒരു മരമായാലും പുഴുവായാലും മൃഗമായാലും പക്ഷികളായാലും ഉരകങ്ങളായാലും എല്ലാം ഈശ്വര കേന്ദ്രീകൃതമായ ഒരു വ്യവസ്ഥയെ സ്വാഭാവികമായിട്ട് പിന്തുടർന്നുകൊണ്ട് ജീവിക്കുന്നവരാണ്, അനുസന്ധാനം ചെയ്തുകൊണ്ട് ജീവിക്കുന്നവരാണ്. മനുഷ്യൻ മാത്രം ആ ഈശ്വര തത്വത്തിൽ നിന്ന് അടർന്നു മാറുവാനും കുതറി മാറുവാനും ശ്രമിക്കുന്നു. എന്നാൽ അവന് അവബോധമുണ്ടാകുമ്പോൾ, അവന് ഉണർവുണ്ടാകുമ്പോൾ അവന്റെ ഈശ്വര കേന്ദ്രീകൃതമായ വ്യവസ്ഥയിലേക്ക് സ്വയം ഇഴുകിച്ചേരാനായിട്ട് തന്നെ പ്രാപ്തമാക്കുന്നതാണ് ഒരർത്ഥത്തിൽ അവന്റെ ആധ്യാത്മികത, അവന്റെ മതം, അവന്റെ അന്വേഷണം എന്നൊക്കെ പറയുന്നത്. ഒരു മനുഷ്യൻ എപ്പോഴാണോ അത്തരത്തിൽ അവന്റെ ആധ്യാത്മികതയെ വികസിപ്പിച്ചുകൊണ്ട് ഈശ്വര കേന്ദ്രീകൃതമായ ഒരു ജീവിതത്തിന് സ്വയം പാത്രീഭൂതനായിട്ട് തീരുന്നത്, അപ്പോൾ മാത്രമാണ് ആ മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ ശാന്തിയും സുഖവും സമാധാനവും കണ്ടെത്തുന്നുള്ളൂ. കാരണം ശാന്തിയുടെയും സുഖത്തിന്റെയും ഉറവിടം എന്ന് പറയുന്നത് ഈശ്വരനാണ്. അത് വ്യക്തിക്ക് നിർമ്മിക്കാൻ കഴിയുന്നതല്ല, വ്യക്തിക്ക് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നതല്ല. ശാന്തി വ്യക്തിയുൽപ്പന്നമല്ല, ശാന്തി ഈശ്വര ഹൃദയത്തിന്റെ സ്വഭാവമാണ്. നമ്മൾ ഈശ്വരനിലേക്ക് സ്വയം സമർപ്പിക്കുമ്പോഴാണ് ശാന്തി നമ്മളിൽ തെളിഞ്ഞ വെള്ളം പോലെ അനുഭവപ്പെടുന്നത്. അതുകൊണ്ട് ഈ യജ്ഞത്തെ ഓരോ വ്യക്തിയിലും വെച്ചതിന് ശേഷമാണ്, അതായത് ഇൻബിൽറ്റ് ആണ് നമ്മളിൽ എല്ലാവരിലും യജ്ഞം. നമ്മളത് കാണുന്നില്ല എന്ന് മാത്രം. മറ്റു ജീവികളെല്ലാം ഒരു യന്ത്രം പോലെ പ്രകൃതിയെ അനുസരിക്കുന്നു, നമ്മൾ പ്രകൃതിക്ക് വിരുദ്ധമായിട്ട് ജീവിക്കുന്നു.
പ്രകൃതി എന്ന് പറഞ്ഞാൽ ഈശ്വരന്റെ വ്യവസ്ഥ എന്നാണ് അർത്ഥം. ആ ഈശ്വരന്റെ വ്യവസ്ഥയ്ക്ക് നമ്മളെ സ്വയം വിധേയമാക്കാൻ നമ്മൾ സന്നദ്ധമല്ല. കാരണം നമ്മൾ കുതറി മാറാൻ ശ്രമിക്കുകയാണ്. നമ്മൾക്ക് ഒരുപാട് റെവല്യൂഷണറി ആശയങ്ങളുണ്ട്. മനുഷ്യര് ആശയപരമായിട്ട് വലിയ തലത്തിൽ ചിന്തിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ പാശ്ചാത്യരായിട്ടുള്ള പല ചിന്തകന്മാരും ചിന്തിച്ചിട്ടുള്ളത് വലിയ വലിയ വിപ്ലവങ്ങൾ സൃഷ്ടിക്കുവാനായി യുക്തിയെയും സാമൂഹികമായി വലിയ ആശയങ്ങളെ ബലമായി ഫോഴ്സ്ഫുള്ളായിട്ട് അടിച്ചേൽപ്പിക്കാനും പട്ടാള സ്വഭാവമുള്ള ചില മുറകളിലൂടെ ജനജീവിതത്തെ നിയന്ത്രിക്കാനും ഒക്കെയാണ് ഇവിടെയുള്ള പ്രത്യയശാസ്ത്രവാദികളെല്ലാം പഠിച്ചിരിക്കുന്നതും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും. എന്നാൽ ഒരർത്ഥത്തിൽ ഈ പ്രപഞ്ചത്തിന് നമ്മേക്കാൾ ആഴത്തിൽ അറിയുന്ന ഒരു മനസ്സും ബുദ്ധിയും ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ വിസ്മരിക്കുന്നു. അതാണ് വലിയ പരിതാപകരം. മനുഷ്യൻ അതിന് വിരുദ്ധമായി തീരുമ്പോൾ തന്നെ ഒരർത്ഥത്തിൽ അവൻ ഈ പ്രകൃതിക്ക് വിരുദ്ധനായിട്ട് തീരുന്നു. നമ്മുടെ പാരിസ്ഥിതികതയുടെ സന്തുലനാവസ്ഥയ്ക്ക് വിരുദ്ധനായിട്ട് തീരുന്നു. ഇക്കോ ഫ്രണ്ട്ലി ആകേണ്ട മനുഷ്യൻ ഇക്കോ വിരുദ്ധനായിട്ട് തീരുന്നു. അതാണ് ഇന്നത്തെ ലോകം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം. അതുകൊണ്ട് ഭഗവാൻ മുന്നോട്ട് വെക്കുന്ന യജ്ഞസങ്കല്പത്തെ മനസ്സിലാക്കിക്കൊണ്ട് ഈ ഭൂമിയിൽ ഓരോരുത്തരും ജീവിക്കാൻ സന്നദ്ധമാകുമ്പോൾ അവിടെ പ്രകൃതി ശക്തികൾ മനുഷ്യന് അനുകൂലമായിട്ട് തീരും. ഓരോ മനുഷ്യനിലും ഈ യജ്ഞത്തെ സഹിതമാണ്, യജ്ഞത്തെ ഇൻബിൽറ്റ് ചെയ്തിട്ടാണ് സൃഷ്ടാവ് ഓരോരുത്തരെയും സൃഷ്ടിച്ചിട്ടുള്ളത്. എന്നിട്ട് അവനെ അനുഗ്രഹിക്കുകയും ചെയ്തു. അനേന പ്രസവിശുദ്ധം ഏഷവോസ്തിഷ്ഠ കാമധുഗ് പ്രജാപതി ഉവാച. പ്രജാപതി പറഞ്ഞു, അനേന ഈ യജ്ഞം കൊണ്ട് പ്രസവിശുദ്ധം നിങ്ങൾ വർദ്ധിച്ചുകൊള്ളൂ. നിങ്ങൾ വർദ്ധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വംശപരമ്പരകളെ ഇനി തുടർന്ന് കൊണ്ടുവരുമ്പോഴും ഈ യജ്ഞം തന്നെ നിങ്ങളുടെ ജീവിതമായിട്ട് മാറട്ടെ എന്ന് പറയുക മാത്രമല്ല, ഏഷഹ ഈ യജ്ഞം വഹ നിങ്ങൾക്ക് ഇഷ്ടകാമധുഗ് ഇഷ്ടകാമധേനുവായിട്ട് ഭവിക്കട്ടെ എന്ന് അനുഗ്രഹിക്കുക കൂടി ചെയ്തു അത്രേ. ഇത് കുറച്ചുകൂടി ഈശ്വരൻ മനുഷ്യനോട് പ്രജകളോട് ആലങ്കാരികമായിട്ട് പറയുന്നത് പോലെ ഋഷിമാർ കാവ്യാത്മകമായിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. എല്ലാ സൃഷ്ടിയിലും ഒരു ബ്ലെസ്സിങ് ഉണ്ട്. നിങ്ങൾ യജ്ഞപൂർവം വർദ്ധിക്കുക. ഇവിടെ യജ്ഞപൂർവം വർദ്ധിക്കുക മാത്രമല്ല, നിങ്ങൾ യജ്ഞം അനുഷ്ഠിക്കുകയാണെങ്കിൽ നിങ്ങളുടെ സഹജമായ കാമനകൾ നിങ്ങൾക്ക് നിറവേറപ്പെടുകയും ചെയ്യും. നിഷ്കാമമായിട്ട് കർമ്മമനുഷ്ഠിക്കുക എന്നതാണ് യജ്ഞം എന്ന് പറയുമ്പോൾ തന്നെ നമ്മളുടെ ജീവന്റെ നിലനിൽപ്പിന് ആവശ്യമായിട്ടുള്ള സഹജമായ ഇഷ്ടങ്ങളുണ്ട്, സഹജമായിട്ടുള്ള കാമനകളുണ്ട്, ധർമ്മത്തിന് അവിരുദ്ധമായിട്ടുള്ള കാമനകളുണ്ട്. ആ കാമനകൾക്കെല്ലാം തന്നെ ഫലം ഈശ്വരൻ നമുക്ക് എത്തിച്ചു തരും. അതായത് ജീവിതത്തിൽ എന്തൊക്കെ സഹജമായ കാമനകളായിട്ടിരിക്കുന്നുണ്ടോ, സഹജമായ ഇഷ്ടങ്ങളായിട്ടിരിക്കുന്നുണ്ടോ, ആ ഇഷ്ടങ്ങളെല്ലാം പൂർത്തീകരിക്കപ്പെടും യജ്ഞരൂപത്തിൽ ജീവിച്ചു കഴിഞ്ഞാൽ എന്ന് ഭഗവാൻ അർജുനനോട് മൊഴിയുന്നു. ഇത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മളെല്ലാവരും യജ്ഞമാകുന്ന വലിയ ഒരു വ്യവസ്ഥയിലെ ഒരു അവയവം മാത്രമാണെന്ന് അറിഞ്ഞുകൊണ്ട് ആ യജ്ഞവ്യവസ്ഥയിലേക്ക് സ്വയം ചേരുവാനായിട്ട് നമ്മളെ സജ്ജമാക്കേണ്ടതുണ്ട്. 11ാമത്തെ ശ്ലോകം. ദേവാൻ ഭാവയതാനേന തേ ദേവാ ഭാവയന്തുവഃ പരസ്പരം ഭാവയന്തഃ ശ്രേയഃ പരമവാപ്സ്യഥ. ദേവാൻ ഭാവയതാനേന തേ ദേവാ ഭാവയന്തുവഃ പരസ്പരം ഭാവയന്തഃ ശ്രേയഃ പരം അവാപ്സ്യഥ. അനേന ഈ യജ്ഞം കൊണ്ട് ദേവാൻ ഭാവയത ദേവന്മാരെ ഭാവയത
ഭാവിപ്പിക്കൂ, സന്തോഷിപ്പിക്കൂ, പ്രസാദിപ്പിക്കൂ എന്നാണ് പറയുന്നത്. നിങ്ങൾ ജീവിതം യജ്ഞപൂർവം ചെയ്യുമ്പോൾ, ഇനി യജ്ഞത്തിന് നമ്മൾ സാധാരണ അർത്ഥത്തിലുള്ള യജ്ഞത്തെ എടുത്താലും കുഴപ്പമില്ല എന്ന് മനസ്സിലാക്കണം. എല്ലാ യജ്ഞങ്ങളും ദേവതാപ്രസാദത്തിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് നിങ്ങളുടെ കർമ്മങ്ങളും യജ്ഞമായിട്ട്, യജ്ഞപൂർവകം എന്ന് പറയാം, യജ്ഞമാതിരി യജ്ഞതത്വത്തിൽ അധിഷ്ഠിതമായിക്കൊണ്ട് ജീവിതത്തെ അനുഷ്ഠിക്കുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും ദേവന്മാരെ ഭാവിപ്പിക്കും, പ്രസാദിപ്പിക്കുമെന്ന്. ആരാണ് ദേവന്മാര്? ഹിന്ദുമതത്തിന് ഏറെ വിമർശനം വരുത്തി വെച്ചിട്ടുള്ള ചില സങ്കല്പങ്ങളാണ് ഈ ദേവന്മാർ എന്ന് പറയുന്നത്. ഹിന്ദുമതം ബഹുദൈവ ആരാധകരുടെ ഒരിടമാണ് എന്ന് ചിന്തിക്കുന്നവരുണ്ട്. ഈശ്വരനും ദേവതകളും തമ്മിലുള്ള ഒരു അന്തരം വൈദിക കാലഘട്ടത്തിലെ സ്ഥൂല ബുദ്ധികളായിട്ടുള്ള ആളുകൾക്ക് ഈശ്വര തത്വത്തെ മനസ്സിലാക്കാൻ കഴിയാതെ വന്നപ്പോൾ പ്രപഞ്ച ശക്തികളിൽ അവര് ദേവതാ സങ്കല്പങ്ങൾ സൃഷ്ടിച്ചിട്ട് ആ പ്രപഞ്ച ശക്തികളെ വാഴ്ത്തുവാനും ആ പ്രപഞ്ച ശക്തികളെ കീർത്തിച്ചുകൊണ്ട് കീർത്തനങ്ങൾ ചൊല്ലുവാനും അവർക്ക് യജ്ഞരൂപത്തില് കർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് അവരുടെ പ്രസാദം വാങ്ങിക്കുവാനുമൊക്കെ ആയിട്ട് വേദ സൂക്തങ്ങളിൽ നമുക്ക് നിരവധി സൂക്തങ്ങൾ കാണാം. അപ്പൊ അതുകൊണ്ട് ദേവത എന്ന് പറയുന്നത് ഒരു പ്രപഞ്ച ശക്തിക്ക് അധിഷ്ഠാന ദേവതയെ സങ്കല്പിക്കുന്നതാണ്. ഈ പ്രപഞ്ചത്തിന് ഈശ്വരൻ ഒന്നേ ഉള്ളൂ എങ്കിലും പ്രപഞ്ചത്തിന്റെ ശക്തികൾ അനവധിയാണ്. കാറ്റെന്ന ശക്തി പോലെയല്ല അഗ്നിയുടെ ശക്തി, മഴയുടെ ശക്തി വ്യത്യസ്തമാണ്, ഇടിമിന്നലിന്റെ ശക്തി വ്യത്യസ്തമാണ്. അപ്പോൾ ഈശ്വരൻ ഒന്നേ ഉള്ളൂ എങ്കിലും ആ ഈശ്വരന്റെ ശക്തി പല ഉപാധികളിലൂടെ പ്രകടമായി തീരുമ്പോൾ വ്യത്യസ്ത ശക്തികളായിട്ട് തീരുന്നത് പോലെ നമുക്ക് തോന്നും. അപ്പൊ അതുകൊണ്ട് ഈ ദേവതാ സങ്കല്പങ്ങൾ ഭാരതത്തിന്റെ സവിശേഷമായ സംസ്കാരത്തിന്റെ ഒരു പ്രത്യേകതയായിട്ട് നിങ്ങൾ എണ്ണണം. അത് സാധാരണക്കാരായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ആ പ്രത്യക്ഷമായ ശക്തിയെ ഈശ്വര ശക്തിയായിട്ട് ഭാവന ചെയ്തുകൊണ്ട് തങ്ങളുടെ യജ്ഞങ്ങൾ ആ ദേവതകളെ ഭാവിപ്പിക്കുവാനായിട്ട്, പ്രസാദിപ്പിക്കുവാനായിട്ട് അനുഷ്ഠിച്ചു പോരാറുണ്ട്. ഇത് താത്വികമായ അർത്ഥത്തിൽ ശരിയല്ലെങ്കിലും പക്ഷേ നമ്മളുടെ മനോഭാവത്തെ വികസിപ്പിക്കുന്നതിൽ ഈ യജ്ഞരീതികൾ സഹായകമായിട്ടുണ്ട്. മനുഷ്യ മനസ്സിനെ ഉയർന്ന ഒരു അവബോധത്തിലേക്കും ഉയർന്ന ഒരു ജീവിത വിധാനത്തിലേക്കും നയിക്കാനായിട്ട് ഈ അവബോധം നമ്മളെ സഹായിക്കുന്നുണ്ട്. ഒന്ന്, മഴ എന്ന ശക്തിയെ നമ്മൾ പലപ്പോഴും ആശ്രയിച്ചുകൊണ്ടാണ് നമ്മുടെ ഈ ജീവന വ്യവസ്ഥ ഇവിടെ ഭൂമിയിൽ നിലനിർത്തിയിട്ടുള്ളത്. അങ്ങനെ മഴയുടെ ഒരു ശക്തിയായിട്ടുള്ള ദേവതയായിട്ട് ഇന്ദ്രനെ എണ്ണുമ്പോൾ ഇന്ദ്രന് വേണ്ടി യജ്ഞം ചെയ്ത് മഴയെ സൃഷ്ടിക്കുക എന്നുള്ളത് ഒരർത്ഥത്തിൽ നമ്മുടെ ജീവന രീതിയുടെ ഒരു പ്രത്യേകതയായിട്ട് മാറിയിട്ടുണ്ട്. നമുക്കറിയാം, ചിന്തിക്കുന്ന ഒരാൾക്കറിയാം, ഒരേ ഒരു ഈശ്വരനാണ് മഴയായും മഞ്ഞായും വെയിലായും കാറ്റായും ഒക്കെ ഈ പ്രപഞ്ചത്തിലുള്ളത് എന്ന്. ആത്യന്തികമായി ആ ഈശ്വരൻ തന്നെയുള്ളൂ. എന്നിരുന്നാലും നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്ന ഈ ശക്തികളെ, ആ ശക്തികൾക്ക് ഓരോ അധിദേവതകളെ നിശ്ചയിച്ചുകൊണ്ട് അവയ്ക്ക് യജ്ഞങ്ങൾ ചെയ്യുന്ന ഒരു സംസ്കാരം, ആ സംസ്കാരമാണ് ഭാരതീയ സംസ്കാരത്തിലെ കൂടുതൽ പ്രായോഗികമായ സമീപനങ്ങൾ, മനുഷ്യ മനസ്സിന് പ്രായോഗികമായ ഒരു ജീവന രീതിയെയും ഒരു ആറ്റിറ്റ്യൂഡിനെയും ബിൽഡ് ചെയ്യാനായിട്ട് സഹായിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ദേവാൻ ഭാവയതാനേന, നിങ്ങൾ ദേവന്മാരെ ഭാവിപ്പിക്കൂ, പ്രസാദിപ്പിക്കൂ. ആ ദേവന്മാര് നിങ്ങളെയും പ്രസാദിപ്പിക്കും, നിങ്ങളെയും സന്തോഷിപ്പിക്കും എന്ന് പറയുമ്പോൾ അതിലൊരു പാരസ്പര്യം നമുക്കറിയാം. ഏകപക്ഷീയമല്ല ജീവിതം എന്നുകൂടി ഒരു തത്വം അതിലുണ്ട്, ഒരു പ്രിൻസിപ്പിൾ അതിലുണ്ട്. നമ്മൾ ദേവന്മാരെ, പ്രപഞ്ചശക്തികളെ സന്തോഷിപ്പിക്കുമ്പോൾ, പ്രസാദിപ്പിക്കുമ്പോൾ പ്രപഞ്ചശക്തികൾ നമ്മളെയും കനിയും. അതുകൊണ്ട് പ്രപഞ്ച നശീകരണമല്ല, പ്രകൃതി നശീകരണമല്ല, പ്രകൃതിയെ പരിപോഷിപ്പിക്കുന്ന, പ്രകൃതിയെ പ്രസാദിപ്പിക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡ്, ഒരു മനോഭാവം നമ്മൾ ബിൽഡ് ചെയ്ത് കൊണ്ടുവരാൻ
ഒരു താത്വികമായ അടിത്തറയാണ് ഈ 3-ാം അധ്യായത്തിൽ 11-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ അർജുനോട് പറയുന്നത്. അതുകൊണ്ട് പരസ്പരം ഭാവയന്തഃ, പരസ്പരം ഭാവിപ്പിക്കണമെന്ന്, പരസ്പരം പ്രസാദിപ്പിക്കണം. അത് ദേവന്മാരെ മാത്രമല്ല, നമ്മൾ ഈ ലോകത്തിൽ സകലരും പരസ്പരം ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുന്നവരാണ്. മനുഷ്യരും ജീവികളും, മനുഷ്യനും പ്രകൃതിയും, മനുഷ്യനും മഴയും, മനുഷ്യനും വെയിലും, മനുഷ്യനും കാറ്റും, മനുഷ്യനും നദികളും, മനുഷ്യനും വൃക്ഷങ്ങളും, ഇവ എല്ലാം തമ്മിലുള്ള ഈ പരസ്പരാശ്രയത്വത്തെ ഇത്ര നല്ല ഒരു ഉൾക്കാഴ്ചയോട് കൂടിയിട്ട് എവിടെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? അതുകൊണ്ട് പരസ്പരം ഭാവയന്തഃ നമ്മളുടെ ജീവിതത്തിൽ ഏറ്റവും ഉത്തമമായ ഒരു മന്ത്രമായിട്ട് മാറേണ്ടതാണ്. ശ്രീ രംഗനാഥാനന്ദ സ്വാമികൾ ഈ ഒരു ശ്ലോകത്തെ എടുത്ത് പറയുന്നത് ആ അർത്ഥത്തിലാണ്. നമ്മൾ എല്ലാ സന്ദർഭങ്ങളിലും നമ്മൾ വേറെ ഒരാളുടെ സന്തോഷത്തെ എപ്പോഴും മുന്നിൽ കണ്ടുകൊണ്ട് പ്രവർത്തിക്കണം. എങ്കിലാണ് നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും ലഭിച്ചുകൊണ്ടിരിക്കുള്ളൂ. വേറൊരു ജീവിക്ക് സന്തോഷമുണ്ടോ എന്ന് നോക്കണപ്പോൾ നമ്മുടെ കർമ്മം കൊണ്ട് വേറെ ഒന്നിനും നോവേൽക്കാതിരിക്കാൻ നോക്കണം, വേദനിക്കാതിരിക്കാൻ നോക്കണം. അത്രമാത്രം ജാഗ്രത, ആ ജാഗ്രത വളർത്തുന്ന ഒരു സംസ്കാരമാണ് ഭാരതീയ സംസ്കാരം എന്ന് മനസ്സിലാക്കണം. അതിലൂടെ ശ്രേയഃ പരമവാപ്സ്യത, ശ്രേയസ്സിനെ നമ്മൾ പ്രാപിക്കും, മോക്ഷത്തെ പ്രാപിക്കും എല്ലാവരും. എത്ര ഉത്കൃഷ്ടമാണെന്ന് നോക്കൂ ആ വിചാരധാര. അപ്പൊ തീർച്ചയായിട്ടും ഇത്തരം വിചാരധാരകളിലൂടെ പ്രായോഗിക ജീവിതത്തെ വളർത്തിയെടുത്ത ഒരു സംസ്കാരത്തിന്റെ ഈറ്റില്ലമാണ് ശരിക്കും ഭാരതം എന്ന് പറയാം. അതുകൊണ്ട് നമ്മൾ ജോഗ്രഫിക്കലായ ഒരു ഏരിയ അല്ല. ഭാരതം എന്ന് പറയുന്നത് ഭൂമിശാസ്ത്രപരമായ കുറച്ച് സ്ഥലത്തിനെയല്ല ഭാരതം എന്ന് പറയുന്നത്. ഭാരതം എന്ന് പറയുന്നത് ഒരു വലിയ ജീവിതത്തിന്റെ മനോഭാവത്തെ കുറിക്കുന്ന ഒരു പദമാണ്. ഭായിൽ രമിക്കുന്നവരാരാണോ അവരാണ് ഭാരതീയർ. ഭാസ് എന്ന വാക്കിന്റെ അർത്ഥം അറിവ് എന്നാണ്, പ്രകാശം എന്നാണ്. പ്രകാശം അറിവിന്റെ സ്വരൂപമാണ്. അപ്പോൾ അറിവിൽ രമിക്കുന്നവരാണ് ഭാരതീയർ എന്ന് പറയണം, എന്ന് മനസ്സിലാക്കണം നമ്മൾ. ഇനി 12-ാമത്തെ ശ്ലോകം. ഇഷ്ടാൻ ഭോഗാൻ ഹിവോ ദേവാഃ ദാസ്യന്തേ യജ്ഞഭാവിതാഃ തൈർദത്താന പ്രദായേഭ്യഃ യോ ഭുങ്ക്തേസ്തേന ഏവ സഃ. ഇഷ്ടാൻ ഭോഗാൻ ഹിവോ ദേവാഃ ദാസ്യന്തേ യജ്ഞഭാവിതാഃ തൈഹി ദത്താൻ അപ്രദായേഭ്യഃ യോ ഭുങ്ക്തേസ്തേന ഏവ സഃ. യജ്ഞഭാവിതാഃ, യജ്ഞത്താൽ ഭാവിക്കപ്പെട്ട ദേവാഹ, ദേവന്മാര്. നമ്മളുടെ ജീവിതമാകുന്ന കർമ്മം കൊണ്ട്, യജ്ഞപൂർവകം നമ്മൾ ചെയ്തിട്ടുള്ള കർമ്മം കൊണ്ട് പ്രസാദിപ്പിക്കപ്പെട്ട സന്തുഷ്ടരായിട്ടുള്ള ദേവന്മാര് ഹി നിശ്ചയമായും വഹ നിങ്ങൾക്ക് ഇഷ്ടങ്ങളായിട്ടുള്ള ഭോഗങ്ങളെ ദാസ്യന്തെ നൽകും. നിങ്ങൾ പ്രപഞ്ചശക്തികൾക്ക് അനുകൂലമായിക്കൊണ്ട് ജീവിക്കുമ്പോൾ, പ്രപഞ്ചശക്തികൾക്ക് അനുകൂലമാം വിധം ജീവിക്കുന്നതിനെയാണ് യജ്ഞം എന്ന് പറയുന്നത്. അതിനെയാണ് പ്രസാദിപ്പിക്കുക എന്ന് പറയുന്നത്. പ്രകൃതി ശക്തികൾക്ക് അനുകൂലമായിട്ട് ജീവിക്കാൻ, പ്രതികൂലമായിട്ടല്ല. ഇന്ന് നമ്മളുടെ ആധുനിക സംസ്കാരം യജ്ഞവിരുദ്ധമാണ്. നമ്മൾ പ്രകൃതി നശീകരണത്തിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. പ്രകൃതിക്ക് നമ്മൾ ഏൽപ്പിക്കുന്ന ആഘാതം വളരെ ശക്തമാണ്. ആ ആഘാതം തീവ്രമായ മഴയായും തീവ്രമായ ഭൂകമ്പമായും അതുപോലെ സുനാമിയായും ഒക്കെ അത് രോഷം പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പ്രകൃതി ശക്തികൾക്ക് ജഡത്വം കൽപ്പിച്ച ആധുനിക ചിന്തയുടെ വശത്തല്ല ഭാരതീയ ഋഷിമാർ ചിന്തിച്ചിട്ടുള്ളത്. പ്രകൃതി ശക്തികളെല്ലാം ചൈതന്യവത്താണ്. ഒരു കയ്യില് കടലിൽ നിന്ന് കുറച്ച് വെള്ളം കോരി പിടിച്ചാൽ ആ വെള്ളത്തിനൊരു ആത്മാവുണ്ട്.
ആ വെള്ളത്തിനൊരു ചൈതന്യമുണ്ട്, ആ വെള്ളത്തിൽ ഈശ്വരന്റെ സ്ഫുരണമുണ്ട്, ആ വെള്ളത്തിനൊരു മനസ്സുണ്ട് എന്ന് ചിന്തിക്കുന്നവരാണ് ഭാരതീയ ഋഷിമാർ. നമ്മളത് മനസ്സിലാക്കണം എപ്പോഴും. പ്രകൃതി ജഡമല്ല, പ്രകൃതി ചൈതന്യവത്താണ്. പ്രകൃതിക്ക് കേൾക്കാം, പ്രകൃതിക്ക് അറിയാം, പ്രകൃതിക്ക് അനുഭവിക്കാം. നമ്മൾ മനുഷ്യൻ മാത്രമാണ് ഈ പ്രകൃതിയിലെ സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠനെന്ന് ഭാവിക്കുന്നത് വലിയ അസംബന്ധമാണ് എന്ന് മാത്രമല്ല, അത് മനുഷ്യ കേന്ദ്രീകൃതമായ ഒരു ജീവിത വ്യവസ്ഥയെ ഉണ്ടാക്കുന്നതോടൊപ്പം തന്നെ പ്രകൃതിക്ക് വലിയ ആഘാതമേൽപ്പിക്കുകയും ചെയ്യും. അത്തരം ആഘാതങ്ങൾ വരാതിരിക്കാൻ ഉൾക്കാഴ്ചയുള്ള ഒരു ജീവിതം നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മളുടെ വികസനങ്ങളെല്ലാം തന്നെ ഈ പ്രകൃതിയിലെ സകലതിനും ഇണങ്ങുന്ന വിധത്തിൽ ഒരുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് യജ്ഞഭാവിതാഹ ദേവാഹ, നമ്മളുടെ കർമ്മം യജ്ഞപൂർവകമാകുമ്പോൾ, യജ്ഞപൂർവകം എന്ന് പറഞ്ഞാൽ ഹിംസാരഹിതമാകുമ്പോൾ എന്നുകൂടി അർത്ഥമുണ്ട്. ഒരു വ്യക്തിയുടെ ജീവിതം യജ്ഞത്തിലേക്ക് വരുമ്പോൾ അവൻ പ്രകൃതിയിലെ സകല ശക്തികളിലേക്കും ചേർന്ന് നിന്നുകൊണ്ട് ഈശ്വരീയമായ ഒരു ധർമ്മം നിർവഹിക്കുമ്പോൾ അവൻ ഏറ്റവും ആർദ്രതയും അനുകമ്പയുമുള്ള ഒരു വ്യക്തിയായിട്ട് മാറും. അങ്ങനെ ഉള്ള യജ്ഞഭാവിതാഹ, ഭാവിപ്പിക്കപ്പെട്ടവര്, ദേവന്മാര്, സന്തുഷ്ടരായിട്ടുള്ള ദേവന്മാര് നമുക്ക് ഇഷ്ടങ്ങളായിട്ടുള്ള ഭോഗങ്ങളെ തരും. ജീവിതത്തിൽ ഇഷ്ടങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാമമല്ല ഇഷ്ടം എന്ന് പറയുന്നത്. ധർമ്മത്തിന് വിരുദ്ധമല്ലാത്ത ജീവനത്തിന്റെ ആവശ്യ ഘടകങ്ങൾ എന്നാണ്. നമ്മുടെ ജീവനത്തിന് ആവശ്യമുള്ളതെല്ലാം, വെള്ളം, വായു, കാറ്റ്, ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, ഇതൊക്കെ നമുക്ക് കിട്ടും പ്രകൃതി ശക്തികൾ സന്തുഷ്ടമായി കഴിഞ്ഞാൽ. നിങ്ങൾ നോക്കൂ, ഒരു മഴ ലഭിച്ചില്ലെങ്കിൽ നമുക്ക് നമ്മുടെ പാടശേഖരങ്ങളിൽ അന്നം വിളയിക്കാൻ കഴിയും. ആ മഴ ഇനി അതിതീവ്രമാവുകയാണെങ്കിലോ അതിവൃഷ്ടിയായിട്ട് മാറുകയാണെങ്കിലോ അപ്പോഴും നമ്മുടെ വിളകൾക്ക് നാശമുണ്ടാകും. ഇതിനിടയിൽ ഒരു സമനില കൊണ്ടുവരണമെങ്കിൽ അതിന് പ്രകൃതി ശക്തികളുടെ കനിവ് നമുക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ട് അത് കനിഞ്ഞുകൊണ്ട് നമുക്ക് നാശമില്ലാതെയും നമുക്ക് ഇല്ലായ്മയില്ലാതെയും എങ്ങനെയാണ് ഒരു ബാലൻസിൽ, സന്തുലന സ്ഥിതിയിൽ കൊണ്ടുപോകുന്നത്, അത് ഈ ദേവന്മാരുടെ ഒരു പ്രസാദം കൊണ്ടാണ് എന്ന് ഋഷിമാര് സാമാന്യ ജനങ്ങൾക്ക് വേണ്ടി സങ്കല്പിച്ചിരിക്കുന്നു. എന്തിനു വേണ്ടി എന്നാല് സാമാന്യ ജനങ്ങൾക്ക് ഒരു അമൂർത്തമായ ദൈവസത്തയെ കുറിച്ച് ചിന്തിക്കുവാൻ പ്രാപ്തിയില്ലാത്തത് കൊണ്ട്, എന്നാൽ വേദാന്തത്തിന്റെ ഉയർന്ന ശ്രേണികളിൽ സഞ്ചരിക്കുന്നവർക്ക് വേണ്ടി ദേവന്മാരുടെ തലങ്ങളിൽ നിന്നൊക്കെ വിട്ടുകൊണ്ട് ഈശ്വരീയമായ ആ ചൈതന്യത്തെ കുറിച്ച് തന്നെ ഋഷിമാര് ചർച്ച ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ദേവന്മാര് അനുഗ്രഹിച്ചുകൊണ്ട്, യജ്ഞത്താൽ സന്തുഷ്ടരായിട്ടുള്ള ദേവന്മാര് ഭോഗങ്ങൾ നമുക്ക് നൽകുന്നു. തൈഹി ദത്താൻ, അവരാൽ നൽകപ്പെട്ട ഏഭ്യ, അവരാൽ നൽകപ്പെട്ട ആ ഭോഗങ്ങള്, അനുഭവിക്കാനുള്ള വസ്തുക്കള്, ഏഭ്യ അവർക്കായിക്കൊണ്ട് അപ്രദായ നൽകാതെ, അവർക്ക് തിരിച്ചു നൽകാതെ, യഹ യാതൊരാള് ഭുങ്ക്തെ ഭുജിക്കുന്നുവോ സഹ സ്തേനഹ ഏവ, അവൻ കള്ളനാകുന്നു എന്നാണ് പറയുന്നത്. ഭഗവാന്റെ ആ വാക്ക് നമ്മൾക്ക് ശരിക്കും മുറിവേൽപ്പിക്കുന്നതാണ്, ആഘാതമേൽപ്പിക്കുന്നതാണ്. ആരാണ് കള്ളൻ? യഥാർത്ഥ കള്ളൻ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ഗൃഹത്തിൽ കയറി അവന്റെ അന്നത്തിന് വേണ്ടിയിട്ട് കുറച്ച് വസ്തുക്കൾ മോഷ്ടിക്കുന്ന ഒരാളല്ല കള്ളൻ. നമുക്കറിയാം, അങ്ങനെ അന്നത്തിന് വേണ്ടി മോഷ്ടിച്ച ഒരു പാവം പയ്യനെ അവിടെയുള്ള നാട്ടുകാര് അടിച്ചു കൊന്നത് നമുക്കറിയാം. ജിൻവാൽജിൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെ വിക്ടർ യൂഗോ അവതരിപ്പിച്ചിട്ടുണ്ട്. തന്റെ സഹോദരിയുടെ കുട്ടികളുടെ വിശന്നുള്ള നിലവിളി കേട്ട് സഹിക്കവയ്യാതെ ഈ ജിൻവാൽജിൻ തെരുവിലെ ഒരു കടയിൽ നിന്ന് ഒരു ലോഫ് ബ്രെഡ്
മോഷ്ടിച്ചതിന് 18 വർഷം തടവ് ശിക്ഷ അനുഭവിച്ച, യാതന അനുഭവിച്ച ഒരു ജിൻവാജിന്റെ കഥയാണ് വിക്ടർ യൂഗോ അവതരിപ്പിച്ചിട്ടുള്ളത്. ഒരർത്ഥത്തില് അദ്ദേഹമാണോ കള്ളൻ? ശരിക്കും നമ്മൾക്ക് ഈ പ്രപഞ്ച ശക്തികൾ, പ്രകൃതി ശക്തികൾ കനിഞ്ഞരുളിത്തരുന്ന വസ്തുക്കൾ അവർക്ക് തിരിച്ചു കൊടുക്കാതെ ഭുജിക്കുന്ന നമ്മൾ ഓരോരുത്തരും കള്ളന്മാരാണ് എന്ന് ഭഗവാൻ പറയുമ്പോൾ അതെങ്ങനെ തിരിച്ചു കൊടുക്കാൻ കഴിയും നമുക്ക്? ഈ പ്രകൃതി ശക്തികൾക്ക് കണ്ണുണ്ടോ, കാതുണ്ടോ, കൈയുണ്ടോ, കാലുണ്ടോ, മൂക്കുണ്ടോ, നാക്കുണ്ടോ, വായുണ്ടോ തിരിച്ചു കൊടുക്കാനായിട്ട്? ഇവിടെയാണ് നമ്മൾക്ക് ഉത്തമമായ ഒരു ജീവിത വീക്ഷണത്തിന്റെ ഉൾക്കാഴ്ച ഉണ്ടാകേണ്ടത്. തിരിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സങ്കല്പം കൊണ്ട് അവർക്ക് സമർപ്പിക്കണം. ഇത് അവരുടേതാണ് എന്ന് ഭാവിക്കണം. ഇത് എൻ്റെ ഭോഗമല്ല, അവരുടെ ഭിക്ഷയാണ് ഞാൻ കഴിക്കുന്നത്. ഈ പ്രപഞ്ച ശക്തികളുടെ, ഈശ്വരന്റെ ഭിക്ഷയാണ് ഞാൻ കഴിക്കുന്നത്. നമുക്ക് എത്ര പേർക്ക് ആ വിചാരമുണ്ട്? എൻ്റെ അധ്വാനം കൊണ്ട്, ഞാൻ പണിയെടുത്ത്, വയലുകളിൽ പണിയെടുത്ത്, എൻ്റെ വേർപ്പ് കൊണ്ട് ഞാൻ സൃഷ്ടിച്ചിട്ടുള്ള വസ്തുക്കൾ, ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള വസ്തുക്കൾ എൻ്റെ ഇഷ്ടം പോലെ ഞാൻ കഴിക്കും എന്ന് അഹങ്കരിച്ച് കഴിക്കുന്ന ഒരാളും നിഷ്കാമമായി വയലിൽ പണിയെടുത്ത് ആ പണികളെല്ലാം ഈശ്വരനുള്ള അർച്ചനയായി, ഈശ്വരനുള്ള യജ്ഞമായി ചെയ്തുകൊണ്ട് അതിൽ നിന്നും കിട്ടുന്ന ഉൽപ്പന്നങ്ങൾ ഈശ്വരൻ്റെതാണെന്ന് സങ്കല്പിച്ചുകൊണ്ട്, ഈശ്വരന്റെ കാരുണ്യത്തെ പ്രാർത്ഥിച്ചുകൊണ്ട്, എനിക്ക് ഒരു നേരം കഴിക്കാനുള്ള അന്നം കിട്ടിയത് ഈശ്വരാനുഗ്രഹം കൊണ്ടാണെന്ന് വിചാരിച്ചുകൊണ്ട് ആ അന്നം ഈശ്വരന് കൊടുക്കുന്നതായി സങ്കല്പിച്ചുകൊണ്ട് അത് കഴിക്കുന്നു. അത് കഴിക്കുന്ന സമയത്ത് അവൻ പറയുന്നത് എന്താണ്? ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവിഹി ബ്രഹ്മാഗ്നോ ബ്രഹ്മണാഹുതം ബ്രഹ്മൈവ തേന ഗന്ധവ്യം ബ്രഹ്മകർമ്മ സമാധിന എന്നാണ്. ഈ കഴിക്കുന്ന അന്നം ഈശ്വരനാണ്, കഴിക്കുന്ന ഞാനും ഈശ്വരനാണ്, ഈ കഴിക്കുന്ന പ്രക്രിയ ഈശ്വരനാണ്. കഴിച്ചു കഴിഞ്ഞാൽ അത് ആമാശയത്തിൽ ദഹിപ്പിക്കുന്ന ഈശ്വരനാണ്, അതിൽ നിന്ന് പോഷണങ്ങൾ ആഗിരണം ചെയ്തെടുക്കുന്ന ഈശ്വരനാണ്, അത് ഈ പ്രപഞ്ചത്തിന്റെ ശക്തിയായിട്ട് രൂപാന്തരപ്പെടുത്തുന്നത് ഈശ്വരനാണ് എന്ന് സങ്കല്പിച്ചുകൊണ്ട് അത് കഴിക്കുമ്പോൾ അതാണ് അമൃതം എന്ന് പറയുന്നത്. അന്നം അമൃതമായിത്തീരുന്നത് അപ്പോഴാണ്. എന്നാൽ ഞാൻ ഉൽപ്പാദിപ്പിച്ച ഭക്ഷണം അഹങ്കാരത്തോടു കൂടി, ധാർഷ്ട്യത്തോടു കൂടി ഞാൻ കഴിക്കുമ്പോൾ ആ അന്നം തന്നെ വിഷമായിട്ട് തീരുന്നു. ഇതാണ് വിഷവും അമൃതവും തമ്മിലുള്ള വ്യത്യാസം. അല്ലാതെ സ്വർഗത്തിൽ നിന്ന് കിട്ടുന്ന ഒരു വസ്തു ആണ് അമൃതം എന്ന് വിചാരിക്കുകയല്ല ചെയ്യേണ്ടത്. നമ്മൾ കഴിക്കുന്ന അന്നം തന്നെ സങ്കല്പം കൊണ്ട് അമൃതാവുകയും വിഷമാവുകയും ചെയ്യുന്നുണ്ട്. ഏതൊരു സങ്കല്പമാണ് അതിന്റെ പിന്നിലിരിക്കുന്നത്, അതിനനുസരിച്ചാണ് ഒരേ അന്നം തന്നെ വിഷമായി മാറുന്നതും അമൃതമായിട്ട് മാറുന്നതും. അപ്പോൾ അതുകൊണ്ട് കള്ളരായിട്ട് ജീവിക്കാതെ, കള്ളന്മാരായിട്ട് ജീവിക്കാതെ, നമ്മൾ ഈശ്വരാർപ്പിതരായിട്ട് യജ്ഞത്തിന്റെ ഭാഗവാക്കുകളായിട്ട് നമ്മൾ ഈ ലോകത്ത്, ഈ ഭൂമിയിൽ ജീവിക്കണം. അതാണ് ജീവനത്തിന്റെ സൗന്ദര്യം എന്ന് പറയുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഈ ശ്ലോകങ്ങളിൽ നിന്നൊക്കെ നമുക്ക് ഭഗവത്ഗീത നൽകുന്ന പാഠം, ഈ ലോക ജീവിതം എന്ന് പറയുന്നത് വളരെ വലിയ അനുഗ്രഹമാണ്. ആ ലോക ജീവിതത്തില് നമ്മൾ എങ്ങനെ ജീവിക്കണം എന്ന കാര്യത്തില് നമുക്ക് ഒത്തിരി ഒത്തിരി ജ്ഞാനം ഉണ്ടാവേണ്ടതുണ്ട്. അല്ലെങ്കിൽ നമ്മൾ തന്നെ നമുക്ക് വിനാശമായിട്ട് തീരും. നമ്മൾ വിഷം നമ്മളുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് കഴിക്കുന്നു. അത് കഴിക്കുന്ന മനോഭാവത്തിന്, ഒരുവനോട് പെരുമാറുന്ന കാര്യത്തിൽ, പ്രകൃതിയോടുള്ള ആറ്റിറ്റ്യൂഡിലൊക്കെ എത്രമാത്രം നമ്മൾ ധാർഷ്ട്യം കാണിക്കുന്നു. ഇത് ഒക്കെ ചുരുക്കിക്കൊണ്ടുവരാനുള്ള ഒരു അറിവായിട്ട് മാറട്ടെ ഈ ഭഗവത്ഗീത പഠനം എന്ന് മാത്രം നിങ്ങളോട് പറയുന്നു. ഇനി നമുക്ക് അടുത്ത ദിവസം നാളെ എടുക്കാം ബാക്കി.